ഞാനും എൻ്റെ ഭാര്യയും മതി. എല്ലാവർക്കും നമുക്കിടയിലെ പാട്ടുകാരൻ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു വീട്ടമ്മയാണ്, അതായത് കവയത്രിയാണ്, രാഗിണി പയ്യനാട്ട് ഇന്ന് നമ്മോടൊപ്പം ഈ നമുക്കിടയിലെ പാട്ടുകാരൻ എന്ന പരിപാടിയിൽ ചേരുന്നുണ്ട്. മാഡം നമസ്തേ. നമസ്തേ. ഈ ഒരു വീട്ടമ്മയാണല്ലേ, എങ്ങനെയാണ് ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ എഴുത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത്? എഴുത്തിലേക്ക് വരാൻ ഞാൻ കുറേ വർഷം മുന്നേ ഇത് കുറച്ചെല്ലാം എഴുതാറുണ്ടായിരുന്നു. അന്നേരം പിന്നെ ആരെയും അങ്ങനെ കാണിക്കലൊന്നുമില്ല, എല്ലാം എഴുതി അങ്ങനെ വെക്കും. കഥയും കവിതകളെല്ലാം എഴുതി വെച്ചിന് കുറേ. പിന്നെ അതെല്ലാം അവിടെ നോട്ടിൽ എഴുതി വെക്കുക. അതെല്ലാം അങ്ങനെ അവിടെ പുറലോകം കാണാത്ത വിധത്തിൽ അങ്ങനെ വെച്ചു. പക്ഷേങ്കിൽ എന്തെങ്കിലും കുടുംബശ്രീൻ്റെ പരിപാടി അങ്ങനെയെല്ലാം പോകുമ്പോൾ ഞാൻ ആ കവിതകളെല്ലാം അങ്ങനെ ചൊല്ലലുണ്ട്. നിങ്ങളെപ്പോലെ ഒരുപാട് വീട്ടമ്മമാർ പിൻവലി നിൽക്കും, അതായത് ഞാൻ വീട്ടമ്മയല്ലേ, എന്നെ കൊണ്ട് ഇതൊന്നും ആവില്ല. പക്ഷേ അവർക്കൊക്കെ ഒരു പ്രചോദനമാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എഴുത്ത് മാറിയിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ഉൾവഴി നിൽക്കേണ്ടവരല്ല, എനിക്കും സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു എഴുത്ത് ഈ നിങ്ങളെ ഈ വീട്ടമ്മ എന്ന നിലയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാനിങ്ങനെ ഇപ്പം എഴുതുന്നുണ്ട് എന്നെല്ലാം അറിഞ്ഞ പിന്നെ ഓരോരുത്തർ അങ്ങനെ പറയും നമ്മളും ഇങ്ങനെ പണ്ട് എഴുതലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ പുറലോകം കാണാത്ത വിധത്തിൽ അങ്ങനെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഇപ്പം എഴുതാൻ തുടങ്ങിയതിന് ശേഷം നമ്മളും ഇങ്ങനെ എഴുതലെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ അതെല്ലാം അങ്ങനെ ഇത് അന്ന് വീട്ടിലെ ഇതുകൊണ്ട് പിന്നെ സാഹചര്യങ്ങളും കൊണ്ട് ഒതുക്കി വെച്ച കൂട്ടത്തിലില്ല കുറേ ആൾക്കാരുണ്ട്. ഈ വീട്ടിലെ തിരക്കുകൾ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, കുട്ടികൾ, അവരൊക്കെ നോക്കാനുള്ള ഒരു തിരക്ക്, അതൊക്കെ കഴിഞ്ഞിട്ടാണോ ഈ എഴുത്തിലേക്ക് പോകുന്നത്? അതൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒഴിവുള്ള സമയം, അത് ശരിക്കും എഴുതാൻ തുടങ്ങിയ ഒരു 12 വർഷം മുന്നെയാണ്. പിന്നെ ഇത് എന്തെങ്കിലും ഇങ്ങനെ എഴുതാൻ തോന്നിയാൽ കുത്തിക്കുറിച്ച് വെക്കും. പിന്നെ രാത്രിക്ക് ഒരു കഥ, 2 കഥ എഴുതി, ചെറു നോവല്. അതെല്ലാം എന്ന് പറഞ്ഞാൽ രാത്രിയെല്ലാം ഉറക്കൊഴിഞ്ഞിട്ടെല്ലാം എഴുതി വെച്ചിട്ട് ആടെ പൂട്ടിയാടെ വെക്കും. ഞാൻ തന്നെ വായിച്ച് ഞാൻ തന്നെ ആസ്വദിക്കും. അങ്ങനെയുള്ള ഒരിതിലാണ്. പിന്നെ ഇത് അങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ കുറേ കവിതകളും 2 ചെറു നോവലും. സ്വയം ആസ്വാദനം, അതായത് നമ്മൾ സ്വയം ആസ്വദിക്കും. മറ്റുള്ളവരെ നമുക്ക് നമ്മളെ അതായത് സംതൃപ്തി എന്ന് പറഞ്ഞ നമ്മൾ ആ എഴുത്തിൽ ആ സംതൃപ്തി കിട്ടിയാലേ മറ്റുള്ളവർക്ക് അത് കാണിക്കാൻ പറ്റും. അത് ശരിയാണ്. സ്വയം എഴുതി അത് 10 പ്രാവശ്യം എഴുതി അത് കീറി കളഞ്ഞ് പിന്നെയും എഴുതി അങ്ങനെയാണ് എഴുതുന്നത്. അങ്ങനെ തന്നെ. പിന്നെ അങ്ങനെ തിരുത്താനും ഒന്നും നിൽക്കയില്ല. എന്നാലും എൻ്റെ അടുത്ത കൂട്ടുകാർക്കെല്ലാം എന്തായാലും ഞാൻ വായിക്കാൻ കൊടുത്താൽ അവരെല്ലാം പറയും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു പുറംലോകം അങ്ങനെ അറിയേണ്ട ഒരു സംവിധാനത്തിലേക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ അത് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 12 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ പുസ്തകം ഞാൻ ഒരു അലമാരയുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിന്. എൻ്റെ മോൻ്റെ ഭാര്യ അത് കണ്ട് എന്നിട്ട് മോൻ്റെ ഭാര്യ പറഞ്ഞു അമ്മക്ക് ഞാനൊരു ഫേസ്ബുക്ക്, അന്നേരം ടച്ച് ഫോണൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, ടച്ച് ഫോണിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ അറിയില്ല. സാധാരണ ഫോണ് ഇതാകും എന്നല്ലാണ്ട് എൻ്റെ ഒരു ഫോണ് ആക്കി തന്ന് അതിൽ ഫേസ്ബുക്കെല്ലാം ആക്കി നമുക്ക് കുറേ ഇത് അമ്മ ഫേസ്ബുക്കിൽ എഴുതിയത് കുറേശ്ശായിട്ട് ഇട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറു നോവലുണ്ട് എന്ന് പറഞ്ഞല്ല. അങ്ങനെ അത് പിന്നെ ഫേസ്ബുക്കിലേക്ക് ഓരോ ഭാഗങ്ങളാക്കിയിട്ടിട്ട്. ഫേസ്ബുക്കിൽ ഏത് പേരിലാണ് ഫേസ്ബുക്കിൽ അറിയപ്പെടുന്നത്? ഇതേ പേര് തന്നെ, രാഗിണി. അന്നേരം രാഗിണി പി എന്ന് അങ്ങനെ വെച്ചിട്ടാണ്. ഇപ്പം പിന്നെ കവിതയിൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷം രാഗിണി പയ്യനാട്ട് തന്നെ ആ ഒരു ഇതിൽ തന്നെ വെച്ച്. അപ്പോൾ പ്രേക്ഷകരെ, രാഗിണി പയ്യനാട്ട് എന്ന പേജ് നിങ്ങൾ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കണം. അപ്പോൾ രാഗിണി പയ്യനാട്ട് ഒരുപാട് കഥകളും കവിതകളും എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രചോദനം എഴുത്തിലേക്ക് കിട്ടിയത്? അന്നേരം പിന്നെ ഇത് മോൻ്റെ ഭാര്യനെ കുറേ ആളെ പിടിച്ച് ഫ്രണ്ട്സ് എല്ലാം ആക്കി. ആ കൂട്ടത്തിൽ പിന്നെ എൻ്റെ ഇത് UP സ്കൂൾ പഠിച്ചൊരു സഹപാഠി ഒരു സുരേശൻ, കണ്ണാടിയൻ സുരേശൻ, പിന്നെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് തന്നെ ഇതുണ്ട് മെസ്സേജ് വരുന്നു, നീ എഴുതിയതെല്ലാം നന്നായിട്ടുണ്ട്, പിന്നെ അതുകൊണ്ട് നീ ഇത് ഗ്രൂപ്പിലേക്ക് ഇടണം, എന്നാലും ഇത് ഗ്രൂപ്പിൽ എല്ലാവരും വായിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഓൻ്റെ ആ ഒരു ഇതിലാണ് പിന്നെ ഗ്രൂപ്പിലേക്ക് കയറിയത്. എത്ര പുസ്തകങ്ങൾ? ഇപ്പം പുസ്തകങ്ങൾ ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ 2 കവിതാ പുസ്തകവും 1 കഥാപുസ്തകവും ഇറക്കി. പിന്നെയും എഴുതി വെച്ചതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള നോവലുകളാണ് എഴുതുന്നത്? സാധാരണ നമ്മളെല്ലാം ചെറുതിലുള്ള കാലഘട്ടത്തിലുള്ള അങ്ങനെയുള്ള നോവലാണ് അന്നേരം എഴുതിയത്.
ഇനിയിപ്പോൾ എഴുതുമ്പം എല്ലാം ഇത് അതിനൊരു മാറ്റം വേണമെന്ന് വിചാരിച്ചിട്ട്. അതായത് പ്രണയമാണോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെ? അല്ല, ആ കാലഘട്ടത്തിൽ 2 നോവൽ എഴുതിയതിന് പിന്നെ അത് രണ്ടും ആ കാലഘട്ടത്തിൻ്റെ പെൺജീവിതത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ടും പിന്നെ അച്ഛൻ നഷ്ടപ്പെട്ട അമ്മ നഷ്ടപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ഒരു പെൺകുട്ടിയുടെ ജീവിതം, അതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥ. അതിലും പ്രണയം ആയിട്ട് അങ്ങനെ വരുന്നൊന്നുമില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞു, നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിൽ പെൺകുട്ടി, അച്ഛൻ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ? ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് അച്ഛൻ നഷ്ടപ്പെട്ടാലെന്ന് പറഞ്ഞാൽ അന്നേരം വേറെ ആരെങ്കിലും സംരക്ഷണമില്ല എന്നാകുന്നു. പിന്നെ അമ്മാവന്മാരെ സംരക്ഷണയിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടാം അമ്മേൻ്റെ അങ്ങനെയെല്ലാം ഉള്ള സാഹചര്യം വരുമ്പോൾ ആ കുട്ടി എന്തെല്ലാം അനുഭവിക്കുന്നു ആ ഒരു ഇത് വെച്ചിട്ടുള്ളതാണ്. ആ ഒരു നോവ്, ആ ഒരു നോവ് തന്നെയാണ് ആ പെൺകുട്ടിയുടെ നോവ്. അതുപോലെ തന്നെ എന്താണ് സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? അതായത് ഇന്നത്തെ സമൂഹത്തിനോട്, അതായത് നമുക്ക് അറിയാം സ്ത്രീ സുരക്ഷയൊക്കെ നമ്മുടെ പുതിയ സർക്കാരൊക്കെ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ടീച്ചർമാരെ വരെ മയക്കുമരുന്നിലൊക്കെ പിടിക്കുന്ന ഒരു കാലഘട്ടം, അതായത് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട ടീച്ചർമാർ മയക്കുമരുന്നിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് അല്ലെ സമൂഹത്തിനോട് എന്താ പറയുക എഴുത്തുകാരി എന്ന നിലയിൽ പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ ആദ്യം നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളെ അച്ഛനും അമ്മയും കുട്ടികളെ എല്ലാ കാര്യവും അങ്ങനെ ചീത്തവശങ്ങളിലേക്ക് പോകാത്ത വിധത്തിലുള്ള നല്ലൊരു കെട്ടുറപ്പുള്ള കുടുംബം ഉണ്ടെങ്കിൽ കുട്ടികളും നന്നാവും. അതുപോലെ കുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങുമ്പം പിന്നെ വീട്ടിലുള്ള ആ ശിക്ഷണം ആകുമ്പം പുറത്ത് സ്കൂളിലെത്തുമ്പം അധ്യാപകർക്കും ആ ഒരു കഴിവ് വേണം കുട്ടികളെ ആ ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരുമ്പം കുട്ടികൾ ഒരു പക്ഷേങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ കുട്ടികൾ ഒരു പക്ഷെ നല്ല വഴിയിലേക്ക് തന്നെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത്? ഹസ്ബൻഡ് കല്ലിൻ്റെ പണിയെടുക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എഴുത്തിലും? അതെ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ മക്കളുടെ സപ്പോർട്ട്, അതായത് എത്ര മക്കളാണ്? 2 മക്കളാണ്. ഒരു മോള് സ്കൂൾ ടീച്ചറാണ്, മോൻ പിന്നെ ഗൾഫിലാണ്, ഇപ്പം വന്നിട്ടുണ്ട് നാട്ടിൽ, ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അതായത് നിങ്ങൾക്ക് ഒരുപാട് ഗൾഫിലൊക്കെ ഒരുപാട് കഥ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ? അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രവാസികളാണ് അവിടെ നിന്ന് ആസ്വദിക്കുന്നത്. കാരണം അവർക്ക് നമ്മുടെ നാടുമായിട്ടുള്ള ഒരു ടച്ച് കുറവില്ലത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന നിങ്ങളെ എഴുത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ പ്രവാസികളാണ്. നമ്മളൊക്കെ കൂടുതലും ഈ ഒരു പ്രോഗ്രാമൊക്കെ കാണുന്നത് പ്രവാസികളാണ്. അപ്പോൾ അതുപോലെ പ്രവാസികളായിരിക്കുമല്ലോ നിങ്ങളെ ഈ ഒരു കഥയൊക്കെ ആസ്വദിക്കുന്നത്. പ്രവാസികളുടെ അടുത്തേക്കൊന്നും എത്തിയില്ല. ഇപ്പം അത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വായിക്കുന്നുണ്ടാവും അങ്ങനെ എല്ലാവരും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് സൗജന്യ യാത്രയൊക്കെ നമ്മളെ KSRTCയിലൊക്കെ കിട്ടി. അപ്പോൾ അത് അർഹിക്കുന്നവർ തന്നെയാണോ ഉപയോഗിക്കുന്നത്, അല്ലാതെ സാധാരണക്കാർക്ക് തന്നെയാണോ ഈ ആനുകൂല്യം കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു അതെല്ലാം പിന്നെ അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുന്നത് ഒരു പക്ഷേങ്കിൽ സ്ഥിരം ജോലിക്ക് പോകുന്നവർക്കെല്ലാം ആകാനാണ് സാധ്യത. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ഥിരം ജോലിക്ക് പോകുന്നവർ ആ ബസ്സിന് കയറിയാൽ അവർക്ക് പിന്നെ ആ ഒരു ടിക്കറ്റിൻ്റെ ചാർജൊന്നും ഇല്ലാണ്ട് പോകും വരും ചെയ്യുക. സാധാരണക്കാർക്കും കിട്ടുന്നുണ്ടാവും, പക്ഷേങ്കിൽ മറ്റ് ജോലിക്കാർക്കായിരിക്കും കൂടുതൽ അതിനെ കൊണ്ട് ഗുണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തകയാണ്. പക്ഷേ CPM-ൻ്റെ പാർട്ടി മെമ്പറാണ്. പക്ഷേങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ രംഗത്തേക്ക് അധികം ഇറങ്ങാൻ കഴിയില്ല. എൻ്റെ മോള് ജോലിക്ക് പോകുന്നതാണ്, മോൻ്റെ ഭാര്യയും ജോലിക്ക് പോകുന്ന, അന്നേരം കുട്ടികളുണ്ട്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം അങ്ങനെ പ്രവർത്തനത്തിനൊന്നും പോക്കില്ല. പക്ഷേങ്കിൽ അങ്ങനെ ആ ഒരു ഇതുണ്ട്. അല്ല, CPM-ൻ്റെ ഒരു സഹയാത്രികയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ഈ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്? മെമ്പർ സ്ഥാനത്തിലും പിന്നെ മഹിളേൻ്റെ വില്ലേജ് യൂണിറ്റ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിനോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്, എഴുത്തിലേക്ക് കൂടി കൊടുക്കാനുള്ളത്, അതുപോലെ ഇപ്പം പറയാനുള്ളത് എന്താണ്? അതായത് ഒരുപാട് വീട്ടമ്മമാർ പിൻവലിയിൽ നിൽക്കുന്നവരുണ്ടാവും, അവർക്ക് എന്താണ് ഒരു
അത് ഇത് പണ്ടത്തെ പോലെയല്ലല്ലോ. ഇപ്പം സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം ഇല്ലതാണ്. എല്ലാവരും ജോലിക്ക് പോകുന്നു, അവരവര് ഇത് സ്വയം പര്യാപ്തരാണ്. പണ്ടത്തെ ആ ഒരു ഇതിൽ നിന്ന് മാറി എല്ലാവരും. അന്നേരം പിന്നെ അവർക്ക് ഇന്നും ഇപ്പോൾ ഉള്ള തലമുറക്ക് ഇത് കൂടുതൽ സൗകര്യമാണ് ഇങ്ങനെ ഇറങ്ങി വരാൻ. പണ്ടുള്ള ആ ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവരും ഈ എഴുത്തിലേക്കും അതുപോലെ എന്താണോ പലരും ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ പുതിയ കാലഘട്ടത്തിൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മാക്സിമം ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷമൊക്കെ ആകുമ്പോൾ ബ്രേക്ക് ആവുന്നു, അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് പല ആളുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കണക്ഷൻ വഴിയാണ് ഓരോരുത്തരുടെ കല്യാണങ്ങളൊക്കെ നടക്കുക. അതായത് ഇവിടെ ഒരു പെണ്ണുണ്ട്, അവിടെ ഒരു പെണ്ണുണ്ട്, ചെറുക്കനുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആരും മുതിരുന്നില്ല. കാരണം ഒരു 3-4 വർഷം കഴിയുമ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഈ പറഞ്ഞു കൊടുത്തവരെയാണ് ആളുകൾ. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും? അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാല് പിന്നെ പണ്ടത്തെ ആ ഒരു കല്യാണത്തിന്റെ രീതി തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇപ്പം വലിയ കുട്ടികൾ കല്യാണം കഴിച്ചാൽ ഒരു 2-3 മാസം നല്ല അടിച്ചു പൊളിച്ച് പിന്നെ അവരെ ജീവിതത്തിൽ എന്തെല്ലോ മാറ്റങ്ങൾ വന്ന് പിന്നെ അവർ രണ്ടുപേരും 2 വഴിക്കായി. അഥവാ കുട്ടികളുണ്ടെങ്കിൽ തന്നെ ആ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഇപ്പം വരുന്നത്. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും അതിൽ ഇടപെട്ട് അവർക്ക് ഒരു എന്താ പറയുക മോട്ടിവേറ്റ് ആ ഒരു ഇതുപോലെ ചെയ്യും. അന്നേരമുള്ള മനസ്സായിരിക്കില്ല പിന്നെ ഉണ്ടാവുക. ഇത് അന്നേരം തോന്നി ഞാൻ എൻ്റെ വഴിക്ക് ഇറങ്ങിപ്പോന്നാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴാണ് അധിക കുടുംബവും ശിഥിലമാകുന്നതാണ്. പിന്നെ ഇന്ന് നമ്മൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അറിവിലേക്ക് വന്ന അപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു കല്യാണം കുടുംബം വേണ്ടെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതിന് അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ ജോലി ആയാൽ എല്ലാം ആയിന്നില്ല ഒരു തോന്നലുണ്ട് കുറേ കുട്ടികൾക്ക്. പിന്നെ എന്തായാലും അവരവർക്ക് ഒരു കുടുംബം, നമ്മള് ഇത് കേരളത്തിൻ്റെ ഇതിൽ തന്നെ കുടുംബാന്ന് വലുത്. ആ കുടുംബത്തിൻ്റെ ഇതിലാണ് നമ്മളെ എല്ലാ സംരക്ഷണം, അച്ഛൻ അമ്മ മക്കള് പിന്നെ പെങ്ങന്മാരുടെ ആ ഒരു സ്നേഹബന്ധം നിലനിൽക്കണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ അങ്ങനെ ഒരു തണൽ വേണമെന്നുണ്ടെങ്കിൽ അവരതിൻ്റെയൊക്കെ മുതിർന്ന് ഇറങ്ങുന്നതാണ് നല്ലത്. ഈ എഴുത്തുകാരായതുകൊണ്ട് ചോദിക്കുകയാണ്, അതായത് എഴുത്തുകാർക്കാണ് ഈ അമ്മാവൻ അമ്മായി അല്ലെങ്കിൽ അനിയത്തി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു കുടുംബ പശ്ചാത്തലം വളരെ ശിഥിലമാണ്. അതായത് ഞാനും എൻ്റെ ഭാര്യയും മതി, മറ്റെല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അങ്ങനെയൊക്കെ കർക്കശമായി പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താ അങ്ങനെ 2 പേര് മാത്രം മതിയോ ആ ഒരു വീട്ടില്, ഞാനും എൻ്റെ ഭാര്യയും മാത്രം മതി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും? അത് ശരിക്കും അവരെ തെറ്റിദ്ധാരണയാണ്. പിന്നെ അവരെ അവർക്കൊരു കുട്ടികളെല്ലാം ജനിച്ച ആ കുട്ടികൾ അമ്മൂമ്മേൻ്റെ അപ്പൂപ്പൻ്റെ ഇടയിൽ നിന്ന് വളരുമ്പോൾ ആ കുട്ടി ആ ഒരു സ്നേഹം അനുഭവിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ വളർന്ന കുട്ടികൾ ഭാവിയിൽ ഒരു നല്ലൊരു പൗരനും ആകാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് അച്ഛനും അമ്മയും ജോലിക്ക് പോയി കുട്ടികളെ കൊണ്ടുപോയി ഡേ കെയറിലും പിന്നെ ആക്കി അവർക്കൊരു സ്നേഹം കിട്ടുന്നില്ല. അവർ വന്ന് അവരുടേതായ ജോലിയൊന്നും മക്കളെ വഴിക്ക് അച്ഛനും അമ്മയും അന്നേരം കുടുംബത്തിലൊരു ശിഥിലത വരുന്നത്. അതല്ല, ഞാനൊക്കെ മുത്തശ്ശിയിൽ നിന്നും പഠിച്ചിട്ടുണ്ട്, അതുപോലെ അപ്പൂപ്പനിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആ കുട്ടികൾക്ക് ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും മാത്രം മതി എന്ന് പറയുമ്പം അവരുടെ മുത്തശ്ശി അവരൊക്കെ അകന്നു പോലെ ആ മുത്തശ്ശിയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആ കുട്ടി മുത്തശ്ശിയിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ്? അങ്ങനെ അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ കുട്ടികൾക്ക് അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതിനേക്കാണി അറിവ് പണ്ട് കാലത്തിലെ ഓരോ അറിവെല്ലാം പിന്നെ അമ്മക്ക് അറിയുന്നതിനേക്കാണി കൂടുതൽ അമ്മൂമ്മക്ക് അറിയാം. അന്നേരം ആ കുട്ടികളെ പിന്നെ നമ്മൾ സ്നേഹപൂർവ്വം അവരെ ഈ പണ്ട് കഥകളും ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അവരൊന്ന് പോയി ഇത് അടുത്തിരുത്തുകയോ എല്ലാം ചെയ്താൽ അവർക്ക് അതൊരു വലിയ സന്തോഷമായിരിക്കും. അമ്മൂമ്മയും അപ്പൂപ്പനെല്ലാം വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഇതെല്ലാം കിട്ടാൻ സാധ്യതയുള്ളൂ. അവർക്ക് വേറെ ഒരു കെയറാണത്. അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും കിട്ടുന്നതിനേക്കാളും നല്ലൊരു കെയറാണ് സ്നേഹം. ഒരു 4 വരി കവിത പ്രേക്ഷകർക്ക് കൊണ്ട് ചൊല്ലാം. എൻ കൂട്ടുകാരി നീ ഓർക്കുന്നുവോ നമ്മൾ ആദ്യമായി കണ്ട നിമിഷങ്ങളെ,
എന്നന്തരാത്മാവിൽ ഇടയ്ക്കിടെ വന്നെന്നെ മുട്ടി വിളിക്കുന്ന കൂട്ടുകാരി, ഏറെ തിരക്കാർന്ന ജീവിത പാതയിൽ വിങ്ങുന്നൊരോർമ്മയായി മിന്നുന്നു നീ. ജീവിതത്തിൻ്റെ യൗവന പാതയിൽ നമ്മൾ പറഞ്ഞോരോ വാക്കുകളും, നമ്മുടെ പാദം പതിഞ്ഞൊരാ പഴയ വിദ്യാലയത്തിൻ തിരുമുറ്റവും, ഓർക്കുന്നുവോ നീ എന്നെങ്കിലും എൻ്റെ കൂട്ടുകാരി നീ എവിടെയാണ്? പുഞ്ചിരി തൂകുന്ന നിന്റെ മുഖവും നിൻ വാക്കുകളും ഞാൻ മറക്കുകയില്ല. അന്നൊരുമിച്ചു നടന്നൊരാ പാതകൾ കാണുമ്പോൾ ഓർക്കുന്നു നിന്നെ ഞാനും. കളിയും ചിരിയുമായി കഴിഞ്ഞൊരു കാലവും ഓർക്കുന്നുവോ നീ എന്നെങ്കിലും. എഴുത്തിലും പുസ്തകത്തിലും ഈ രാഗിണി പയ്യനാട്ട്. അപ്പോൾ പ്രേക്ഷകരെ, ഇന്ന് നമ്മോടൊപ്പം അതായത് കുടുംബവിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു കുടുംബം, അതായത് നോവുള്ള ഒരു കവിതയും കഥകളൊക്കെയാണ് ഈ രാഗിണി പയ്യനാട്ട് അല്ലെങ്കിൽ ഇരുണാവ് എഴുതുന്നത്. അപ്പോൾ രാഗിണി ഇരുണാവാണ് ഇന്ന് കണ്ണൂർ മൗണ്ടനോടൊപ്പം നമുക്കിടയിലെ പാട്ടുകാർ എന്ന ഈ ഒരു പരിപാടിയിലെ പ്രേക്ഷകരോട് സംസാരിച്ചത്. അപ്പോൾ ഇനിയും ഇതുപോലെ കഥയും കവിതയും അതുപോലെ തന്നെ ഒരു വീട്ടമ്മയായാലും ആരാണെങ്കിലും, ഇപ്പം നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കണ്ണൂർ മൗണ്ടൻ എന്ന ഈ പരിപാടിയിൽ, കണ്ണൂർ മൗണ്ടൻ്റെ നമുക്കിടയിലെ പാട്ടുകാർ എന്ന ഈ ഒരു പരിപാടിയിൽ നിങ്ങൾക്കും വന്ന് ഇതുപോലെ ഇൻ്റർവ്യൂകളും അതുപോലെ പാട്ടുകളൊക്കെ പാടാം.